ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുവാനാകട്ടെ. ഇന്നത്തെ സബ് സ്കൂൾ സർവീസിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗാനശുശ്രൂഷയുടെ ആരംഭമായി പാട്ടുപുസ്തകത്തിലെ 1298 പാട്ട് പാടാം. 1298. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. അടുത്തായി 883 പാട്ട് പാടാം. 883. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരയിലും ക്ഷേമമായി പോറ്റുമെന്നെയും സ്നേഹമോടെ യേശുനായകൻ. ക്ഷേമമായി പോറ്റുമെന്നെയും സ്നേഹമോടെ യേശുനായകൻ. യാഹ് നല്ല ഇടയൻ, എന്നും എൻ്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ശത്രുവിൻ്റെ പാളയത്തിലും ശ്രേഷ്ഠഭോജമേകിടുന്നവൻ, നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുട
തുടർന്നിടും. നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും ആദി എന്നെ പാത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാ. ആദി എന്നെ പാത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാൽ യാഹ് നല്ല ഇടയൻ, എന്നും എന്റെ പാലകൻ, ഇല്ലെനിക്കു ഖേദമൊന്നുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 98 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവയ്ക്കൊരു പുതിയ പാട്ടുപാടുവിൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലം കൈയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുകെ തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, എല്ലാവർക്കും ഈ ശബത്ത് സ്കൂളിലേക്ക് സ്വാഗതം. ശബത്ത് സ്കൂൾ ആരംഭമായി ഏവർക്കും 838 ഗീതം പാടാം. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദേവാദി ദൈവത്തെ, രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. ദേവാദി ദൈവത്തെ, രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. അത്ഭുത നിത്യ സ്നേഹം എന്നിൽ സന്തതം തന്നിടും ദൈവസ്നേഹം, എന്നും മാറാത്ത ദിവ്യ സ്നേഹം, എന്നിൽ വസിക്കും സ്നേഹം. എന്നും മാറാത്ത ദിവ്യ സ്നേഹം, എന്നിൽ വസിക്കും സ്നേഹം. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദേവാദി ദൈവത്തെ, രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. മായാലോകത്തിൻ മോഹം തേടി ശാപമേറ്റ എന്നെ വീണ്ട സ്നേഹം, എന്നെ നേടിയ ദിവ്യ സ്നേഹം, എന്നിൽ പെരുകും സ്നേഹം. എന്നെ നേടിയ ദിവ്യ സ്നേഹം, എന്നിൽ പെരുകും സ്നേഹം. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദേവാദി ദൈവത്തെ, രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. ജീവനേകിയ സ്നേഹം, സർവലോകത്തിൻ ശാപത്തെ നീക്കും സ്നേഹം, ഉന്നതമാം ക്രൂശിൻ സ്നേഹം, ഉള്ളം കവരും സ്നേഹം. ഉന്നതമാം ക്രൂശിൻ സ്നേഹം, ഉള്ളം കവരും സ്നേഹം. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദേവാദി ദൈവത്തെ, രാജാദി രാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. വാക്കുമാറാത്ത സ്നേഹം, തിരുവാഗ്ദത്തം തന്നെന്നെ നിർത്തും സ്നേഹം, സർവ
സർവവല്ലഭനാമേശുവേ സ്തോത്രം സ്തുതി നിനക്കേ. സ്തോത്രങ്ങൾ പാടി ഞാൻ വാഴ്ത്തിയിടുമേ ദേവാദിദൈവത്തെ രാജാതിരാജാവേ വാഴ്ത്തി വണങ്ങിടുമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സ്തോത്രം പിതാവേ, ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവമേ അങ്ങേ ആരാധിക്കാൻ ലഭിച്ച വൻകൃപയോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നതാ. ദൈവമേ അങ്ങയുടെ മുന്നിൽ തലവണിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാ. ദൈവമേ അവിടുന്ന് അനുഗ്രഹിക്കണമെന്നാതാ. അതുപോലെ ലോകമ്പാടും നടക്കുന്ന സ്കൂളിനെയും ആരാധനയും അങ്ങയുടെ കരത്തിൽ വയ്ക്കുന്ന പിതാവേ, ഇതെല്ലാം ദൈവമേ അവിടുത്തെ അനുഗ്രഹവും സാന്നിധ്യവും കൂടി ഉണ്ടാകണമെന്നാതാ. അതോടൊപ്പം ദൈവമേ രോഗികളായിരിക്കുന്ന ഓരോ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ, അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന കരം തൊട്ട് ദൈവമേ അവിടുന്ന് സൗഖ്യം കൊടുക്കണമെന്നാതാ. അതുപോലെ സുവിശേഷ വേല അറിയിക്കുന്ന പാസ്റ്റർമാരെയും എല്ലാവരെയും ദൈവമേ അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്നാതാ. അതുപോലെ ഈ മഹാമാരിയെ ലോകത്ത് നിന്ന് തന്നെ ദൈവമേ എത്രയും വേഗം തുടച്ചു നീക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്നാതാ. സർവ്വവും ദൈവമേ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതെല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമരലും സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ മിഷൻ റിപ്പോർട്ടിൻ്റെ തലവാചകം അത്ഭുത ബസ് എന്നാണ്. ഇത് നമ്മൾ എഴുതി അറിയിക്കുന്നത് ടിമോർ ലെസ്റ്റയിലുള്ള ഒരു 42-കാരനായ സെലിൻഡോ എന്ന വ്യക്തിയാണ്. ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപിൽ താമസിക്കുന്ന അദ്ദേഹം ഒരു കടയുടമയാണ്. അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഒരു പുകയില രഹിത ബസ് വാങ്ങണം എന്നുള്ളതായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ദ്വീപിലുള്ള ജനങ്ങൾക്ക് പുകശല്യമില്ലാതെ യാത്ര ചെയ്യുവാനായി ഒരു പുകയില രഹിത ബസ് വാങ്ങണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ അതിനായി തന്നെ അദ്ദേഹം യേശുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇന്തോനേഷ്യൻ നഗരമായ യായിലെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അതിനുശേഷം സഹോദരിയോട് ചോദിച്ചു, ഒരു ബസ്സിന് ഏകദേശം അവിടെ എത്ര രൂപയാകും എന്ന് ചോദിക്കുകയുണ്ടായി. അതിന് അദ്ദേഹത്തിൻ്റെ സഹോദരി ഏകദേശം $35,000 വരും എന്ന് പറയുകയുണ്ടായി. എന്നാൽ $31,500 ഒരു ബസ് ലഭ്യമാണെന്നും അറിയിക്കുകയുണ്ടായി. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞ് സെലിൻഡോ വളരെയധികം ആഹ്ലാദഭരിതനായി. അദ്ദേഹം ഈ വാർത്ത നേരെ ചെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഫെർണാൾഡോയോട് പറഞ്ഞു. ഫെർണാൾഡോ ഈ വാർത്ത കേട്ട് അദ്ദേഹത്തിനും വളരെ സന്തോഷമായി. അദ്ദേഹം ഈ സംരംഭത്തിനായി തൻ്റെ കയ്യിൽ നിന്നൊരു $10,000 നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ സെലിൻഡോ ഈ സംരംഭവുമായി മുന്നോട്ട് പോകുവാൻ തൊക്കണം സെലിൻഡോ തീരുമാനിച്ചു. അങ്ങനെ ആദ്യ ഗഡുവായ $15,000 അദ്ദേഹം ആദ്യം തൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം $6,500 കൂടെ അയച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കണക്ക് കൂട്ടിയിരിക്കുകയായിരുന്നു. ഈ ബസ് തൻ്റെ ദ്വീപിൽ വരുമ്പോൾ അത് കൈപ്പറ്റാനായി തൻ്റെ സഹോദരൻ തനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, $10,000 വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് കൊടുത്ത് അത് കൈപ്പറ്റാമെന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ഞായറാഴ്ച രാവിലെ ആ ബസ് ആ ദ്വീപിലെ തുറമുഖത്ത് അടുത്തിട്ടുണ്ടെന്നും അത് പിറ്റേ ദിവസം തന്നെ ബാക്കിയുള്ള തുകയും കൂടി നൽകി അത് കൈപ്പറ്റാമെന്നും സെലിൻഡോയ്ക്ക് ഒരു ഫോൺ വഴി ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി. അപ്പോൾ സെലിൻഡോ അദ്ദേഹം അധികം ചിന്താകുലനായില്ല. കാരണം തൻ്റെ സഹോദരന് ഓൾറെഡി തനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു $10,000. അത് കൊടുത്ത് ആ ബസ് കൈപ്പറ്റാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അന്ന് വൈകുന്നേരം സെലിൻഡോയും ഭാര്യയും ഞാൻ പറഞ്ഞു ഒരു കടയുടമയായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തലയാഴ്ചയിലെ തങ്ങൾക്ക് എത്രത്തോളം വരുമാനം കിട്ടിയെന്ന് നോക്കുകയുണ്ടായി. സാധാരണ ഇതൊരു $10,000 മുതൽ $13,000 ആ ഒരു റേഞ്ചിലാണ് സാധാരണ അവർക്ക് കിട്ടാറുള്ളത്. എന്നാൽ ഇപ്രാവശ്യം അവർ എണ്ണി നോക്കുമ്പോൾ അത് $28,000 ഉണ്ടായിരുന്നു. സെലിൻഡോയും ഭാര്യയും വളരെയധികം അവർ അത്ഭുതപ്പെട്ടു പോയി. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. കാരണം അത്ര വലിയൊരു തുകയാണത്. അങ്ങനെ അവർ അത്ഭുതപ്പെട്ടു. അതിനുശേഷം പ്രഭാതത്തിൽ തൻ്റെ സഹോദരൻ വാഗ്ദാനം ചെയ്ത ആ പൈസ വാങ്ങുവാനായി സെലിൻഡോ തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുകയുണ്ടായി. എന്നാൽ തൻ്റെ സഹോദരൻ്റെ ഭവനത്തിൽ എത്തിച്ചേർന്നു. ഇക്കാര്യം പറഞ്ഞപ്പോൾ ഫെർണാൾഡോ പറഞ്ഞു, അയ്യോ ക്ഷമിക്കണം, എനിക്ക് ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഈ തുക അങ്ങേക്ക് തരുവാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. എന്നാൽ സെലിൻഡോ ഒട്ടും ആകുലതയില്ലാതെ പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. പുഞ്ചിരിച്ച് തൻ്റെ വീട്ടിൽ അന്ന് വൈകുന്നേരം നടന്ന സംഭവങ്ങളെല്ലാം തൻ്റെ സഹോദരന് വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഇത് കേട്ട് ഫെർണാൾഡോയ്ക്കും വളരെയധികം സന്തോഷമായി. ദൈവം എത്രത്തോളം അവരെ കൈപിടിച്ച് നടത്തുന്നു എന്ന് ഫെർണാൾഡോയും സെലിൻഡോയും
അവർ പറയുകയുണ്ടായി. അങ്ങനെ ആ പൈസ അവർ ബാക്കിയുള്ളത് അടച്ചു. ആ ബസ് അവർ വാങ്ങി. ആ ബസ്സിന് രക്ഷ എന്നാണ് അവർ പേരിട്ടത്. അത് വളരെ പെട്ടെന്ന് തന്നെ ആ ദ്വീപിൽ പ്രസിദ്ധമായി എന്നതാണ് കാര്യം. കാരണം പ്രത്യേകിച്ച് ഗർഭിണികൾക്കും അതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾക്കൊക്കെ വളരെയധികം സഹായകരമായിരുന്നു. കാരണം പുകശല്യമില്ലാത്ത ഒരു യാത്ര അവർക്ക് ആ ബസ് സമ്മാനിച്ചു. അതുമാത്രമല്ല, ഈ പുകരഹിത ബസ് പുകവലിരഹിത ബസ്സിന് അതിനുപരിയായി അവർക്ക് ആ ബസ് പട്ടണങ്ങളിൽ കൂടെ ഓടുമ്പോൾ ആരാധന സംഗീതവും യാത്രക്കാരെ കേൾപ്പിച്ചിരുന്നു. അതുമാത്രമല്ല, യേശു വരുന്നെന്ന നമ്മുടെ വേദപുസ്തകത്തിലെ വെളിപ്പാട് 14 ത്രിവിധ ദൂത് അതിൻ്റെ പല ഭാഗങ്ങളിലായി, ബസ്സിൻ്റെ പല ഭാഗങ്ങളിലായി, പല ബോർഡുകളിലായി പ്രദർശിപ്പിച്ചിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഈ ബസ് വളരെയധികം ഇഷ്ടമായി. അതേപോലെ തന്നെ അവിടെ ഉള്ള എല്ലാ നാട്ടുകാരും ഇതിന് അനുകൂലമായിരുന്നു. അതുപോലെ പോലീസുകാരും അവിടുത്തെ പോലീസുകാരും അവരിനെ അംഗീകരിച്ചു. ഒരിക്കലൊരു പോലീസുകാരൻ അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട്, നിങ്ങൾ ഈ രക്ഷാ ബസ്സുകാരെ പോലെ ആകണം, അവരുടെ മാതൃക നിങ്ങൾ പിൻപറ്റണം, കാരണം അവർ തങ്ങളുടെ ബസ്സിൽ കയറുന്ന ആരെയും തന്നെ പുകവലിക്കാൻ സമ്മതിക്കുന്നില്ല, ആ മാതൃക നിങ്ങളും പിന്തുടരണം എന്ന് അവരെ ഉപദേശിച്ചു. അതുപോലെ തന്നെ സെലിൻഡോയുടെ ബസ്സിൻ്റെ സേവനം അത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപ്പോൾ തൻ്റെ സംരംഭത്തിന് വളരെ അനുകൂലമായൊരു പ്രതികരണമാണ് സെലിൻഡോയ്ക്ക് ലഭിച്ചത്. അങ്ങനെ ഇതിലെല്ലാം ഉപരിയായി സെലിൻഡോയുടെ സ്വാധീനത്താൽ 5 പേര് ഇപ്പോൾ സ്നാനത്തിനൊരുങ്ങുകയാണ്. സെലിൻഡോ തൻ്റെ സംരംഭത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം എൻ്റെ സംരംഭത്തെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ ബസ്സിലൂടെയും കടകളിലൂടെയും എനിക്ക് ആളുകളെ അവനിലേക്ക് നയിക്കാനാകുന്നു എന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സെലിൻഡോ താമസിക്കുന്ന ദ്വീപിൽ ഏകദേശം 1.3 ദശലക്ഷം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. എങ്കിൽ തന്നെയും അവിടെ വെറും 700 അഡ്വൻറ്റിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ. സെലിൻഡോയുടെ ഈ ബസ്സും അതേപോലെ തന്നെ അവിടെയുള്ള ഏക അഡ്വൻറ്റിസ്റ്റ് സ്കൂളും മാത്രമാണ് യേശുവിൻ്റെ ഈ വചനം പങ്കുവയ്ക്കുന്നതിനായി അവിടെ സഹായകമാകുന്നത്. നിങ്ങളുടെ ഉദാരമായ കാണിക്കകൾക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എങ്കിലും നീ
ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എല്ലാവരെയും ഞാൻ ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ശബദിൻ്റെ സന്തോഷത്തെ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്ന പാഠം 8ാമത്തെ പാഠം. പാഠത്തിൻ്റെ തലവാചകം യേശു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്നുള്ളതാണ്. മനപ്പാഠവാക്യം എബ്രായർക്കെഴുതിയ ലേഖനം 8ാം അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യം. അത് ഇപ്രകാരം വായിക്കുന്നു: അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകിയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. നാഥ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ പാഠത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്നുള്ള പാഠം പഠിക്കുമ്പോൾ ആ പാഠത്തിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയോടൊന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, കർത്താവേ, ഈ വചനം എഴുതപ്പെട്ടതായ ആത്മാവിലൂടെ സംസാരിക്കാൻ അടിയങ്ങളെയും ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരിലും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചാൽ അധികം നമ്മൾ നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു, പിതാവേ, ആമേൻ. യേശു ആത്മാവിൻ്റെ നങ്കൂരം എന്ന പാഠമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അപ്പോസ്തലനായ പൗലോസ് യേശു ആത്മാവിൻ്റെ നങ്കൂരം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഉദ്ദേശം എന്ന് പറയുന്നത് പിന്മാറിപ്പോകുവാൻ തയ്യാറാകുന്ന എബ്രായ ക്രിസ്ത്യാനികളോട് ഒരു കാരണവശാലും പിന്മാറിപ്പോകരുത്, കാരണം ക്രിസ്തുവിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട പല കാര്യങ്ങളും സാധ്യമാക്കിയിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുകയാണ്. പഴയ ഉടമ്പടിയിലുണ്ടായിരുന്ന പുരോഹിത ശുശ്രൂഷയും യാഗാദി കർമ്മങ്ങളും അപൂർണമാണ്. അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നതോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി രാജാവായി നമ്മളെ വാഴുക മാത്രമല്ല, ഒരു പുരോഹിതനായി നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിലൂടെ പല കാര്യങ്ങളും സാധ്യമാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് അവർക്ക് ധൈര്യപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക ജീവിതം നയിക്കുവാൻ തക്കോണം അവരോട് ആവശ്യപ്പെടുന്നതായ ഒരു സാഹചര്യമാണ് എന്ന് കാണാൻ കഴിയുന്നു. അതായത് യേശു ആത്മാവിൻ്റെ നങ്കൂരം എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ അരികിലുള്ളതായ പുത്രനായ യേശുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നന്മ, ഇതൊക്കെയും ഉറപ്പുവരുത്തുന്നത് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെയും അവസാനം എന്ന് പറയുന്നത് ശുഭകരമായ ഒരു അവസാനമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നിത്യത ഉറപ്പുവരുത്തുകയാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കും കൽപ്പന അനുസരിക്കുന്നവർക്കുമാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ക്രിസ്തുവിനോട് കൂട്ടവകാശികളാക്കി നമ്മൾ ഓരോരുത്തരെയും തീർത്തിരിക്കുന്നത് ക്രിസ്തു അനുസരണ ഉള്ളവനായി തീർന്നതുപോലെ നാമും അനുസരണ ഉള്ളവരായിരിക്കണം എന്ന അപ്പോസ്തലനായ പൗലോസ് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ പാഠത്തിൽ യേശു ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്ന രീതിയിലാണ് നമ്മളെ അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ നമ്മുടെ മുൻപിൽ ചിത്രീകരിക്കുന്നത്. 7ാം അധ്യായത്തിൻ്റെ തുടർച്ചയായി പഠിച്ച് 8ാം അധ്യായത്തിലൊക്കെയാണ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ചതായ മനപ്പാഠ വാക്യം തന്നെ ആ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകിയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു എന്ന്. ഇത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു എന്നും അത് ഒരു വിശേഷതയേറിയ ഉടമ്പടിയാണ് എന്നും വ്യക്തമാക്കുകയാണ്. ഇനി ആ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേലാണ്
ഈ വിശേഷതയേറിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ആ വിശേഷതയേറിയ ശുശ്രൂഷയിലൂടെയാണ് ക്രിസ്തു ഈ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചതും ആ ഉടമ്പടിയുടെ മധ്യസ്ഥനായി നിൽക്കുന്നതും എന്ന് വ്യക്തമാകുന്നു. തുടർന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ എന്താണ് ഈ വാക്യം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. നമുക്കറിയാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും രക്ഷ ഉറപ്പുവരുത്തുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിലുള്ളതായ യാഗങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടായിരുന്ന ഒരു യാഗമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതൊരു ഏകയാഗമായി മാറ്റപ്പെട്ടു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ലംഘനങ്ങൾക്ക് പകരമായി, അല്ലെങ്കിൽ ലംഘനത്തിന് നമ്മൾ അനുഭവിക്കേണ്ട മരണശിക്ഷയ്ക്ക് പകരമായി മറ്റൊരു മൃഗം മരിക്കുന്നു അല്ലെങ്കിൽ യാഗമായി തീരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ആ നിഴലായിരുന്നതിനെ സൂചിപ്പിക്കുന്ന പൊരുൾ അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഏകയാഗമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ലംഘനങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഏകയാഗമായി തീർന്നു എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, കർത്താവായ യേശു ക്രിസ്തു അത് ഒരു അനുസരണമായിരുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോസ്തലൻ തന്നെ തൻ്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 40-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഈ സമാനമായ സ്വഭാവമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു വന്നത് തന്നെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം അത് പൂർത്തീകരിക്കുവാനാണ്. എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ അനുസരിക്കുവാനും തൻ്റെ ജീവിതത്തിൽ ആ അനുസരണം കാണിക്കുവാനുമാണ് കർത്താവായ യേശു ക്രിസ്തു വന്നതും യാഗമായി തീർന്നതും എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അങ്ങനെ നമ്മളുടെ ഓരോരുത്തരുടെയും രക്ഷ കർത്താവായ യേശു ക്രിസ്തു ഉറപ്പുവരുത്തിയത് തൻ്റെ ക്രൂശിലുള്ള ഏകയാഗത്തിലൂടെ മാത്രമല്ലായിരുന്നു, ആ യാഗത്തിലൂടെയും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും ഉള്ളതായ അല്ലെങ്കിൽ തുടർന്നുള്ളതായ തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും ഉള്ളതായ അനുസരണത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കോണം പ്രിയപ്പെടുന്നവർ ക്രിസ്തു ഒരു അനുസരണത്തിൻ്റെ മാതൃക കാണിച്ചു തന്നതുപോലെ നാമും ഒരു അനുസരണമുള്ള ജീവിതം നയിക്കേണ്ട ആവശ്യമുണ്ട് എന്നുകൂടി നമുക്ക് മാതൃകയായി ക്രിസ്തു കാണിച്ചു തന്നു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുക മാത്രമല്ല, ആ ഉടമ്പടിയുടെ മധ്യസ്ഥനാകുകയും ചെയ്തു എന്ന് ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. തുടർന്ന് പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ പ്രസ്താവിച്ച ഈ പ്രസ്താവന എന്താണ് എന്നും എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായി ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കണം. പുതിയ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായി പറയുന്നത് യിരെമ്യാ പ്രവചന പുസ്തകത്തിലാണ് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഞാൻ പുതിയ ഒരു ഉടമ്പടി എൻ്റെ ജനവുമായി ചെയ്യുമെന്ന് അവിടെ യിരെമ്യാ പ്രവചന പുസ്തകം 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ തന്നെ ലേവ്യ പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ലേവ്യ ഗോത്രത്തിലുള്ളവർക്ക് മാത്രമേ പുരോഹിതനാകുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ എന്ന് പഴയ നിയമത്തിലും ഉടമ്പടിയിലും അതിൻ്റെ നിയമങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഗോത്രത്തിൽ, അതായത് ലേവ്യ ഗോത്രത്തിൽ പിറന്നവർക്ക് മാത്രമേ പുരോഹിതനാകുവാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് 2 പാഠങ്ങൾക്ക് മുൻപ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഒരു മഹാപുരോഹിതനായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ അത് ലേവ്യ ഗോത്രത്തിൻ്റെ ക്രമപ്രകാരമല്ല, അത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് കർത്താവായ യേശു ക്രിസ്തു പുരോഹിതനായിരിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ചിന്തിച്ചു. കാരണം ക്രിസ്തു ഒരു രാജാവായി എന്ന് പറഞ്ഞാൽ ക്രൂശിൽ
മരിച്ച് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമ്മുടെ രാജാവായിട്ട് നമ്മളെ വാഴുകയാണ്. അപ്പോൾ പഴയ നിയമ ഉടമ്പടി പ്രകാരം ഒരു രാജാവിന് ഒരിക്കലും പുരോഹിതനാകുവാൻ തക്കവണ്ണം സാധിക്കത്തില്ല. ഒരു പുരോഹിതന് ഒരിക്കലും രാജാവാകാൻ തക്കവണ്ണം സാധിക്കത്തില്ല. അത് ലേവിയ ഗോത്രത്തിന് അവകാശപ്പെട്ടത് മാത്രമായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മോശയെ മധ്യസ്ഥനാക്കിക്കൊണ്ട് ദൈവം കൊടുത്തതായ ഈ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലല്ല ക്രിസ്തു ഇപ്പോൾ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത്. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മെൽക്കീസദേക്ക് എന്ന് പറയുന്ന രാജാവും മഹാപുരോഹിതനുമായിരുന്ന ഒരു വ്യക്തിയുടെ ക്രമപ്രകാരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന് മരുഭൂപ്രയാണത്തിൽ കൊടുത്തതായ ഉടമ്പടിയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇത് മാത്രമല്ല ഇതിൻ്റെ കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പഴയ നിയമ ഉടമ്പടിയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു പഴയ നിയമ ഉടമ്പടിയിൽ ഉണ്ടായിരുന്ന പ്രശ്നം? ആ ഉടമ്പടിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. ഉടമ്പടിയിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളായിരുന്നു. അതായത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഉടമ്പടി നൽകുമ്പോൾ തന്നെ, അതായത് ഈ യാഗകർമ്മങ്ങളുമായി അതുപോലെ തന്നെ ഈ സമാഗമന കൂടാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള പെരുന്നാളുകൾ, അതൊക്കെയും ക്രിസ്തുവിൻ്റെ ഈ വരവിൻ്റെയും ക്രിസ്തുവിൻ്റെ ഈ യാഗത്തിൻ്റെയും ഒക്കെയും ഒരു നിഴലായിട്ട് കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രശ്നത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് പഴയ നിയമ കാലഘട്ടത്തിലെ ഈ യാഗ ശുശ്രൂഷകളുടെ ഉടമ്പടി ദൈവം അവരുമായി ചെയ്തത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന്, ജനങ്ങളുടെ ഇടയിൽ ഒരു തരത്തിലുണ്ടായിരുന്ന വിഗ്രഹാരാധനയായിരുന്നു ഒരു പ്രശ്നം. മറ്റൊന്നുമല്ല, മിസ്രൈമിലായിരുന്ന സമയത്ത് അവർ അവിടുത്തെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെയും അവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചു. അങ്ങനെ അവിടുത്തെ ഒരു സംസ്കാരവുമായി അവർ ഇഴുകിച്ചേർന്ന് അന്യദൈവങ്ങളെ ആരാധിക്കുന്നത് അവർക്ക് ഏറ്റവും താല്പര്യമുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു ഇമ്പകരമായിട്ടുള്ള രീതിയിൽ അവർ ആരാധിക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനോടൊരു താല്പര്യവും ഒക്കെ തോന്നി അതിനോടൊരു ചായ്വ് ഉണ്ടായിരുന്നതായ ഈ ഇസ്രായേൽ ജനത്തോട് ക്രിസ്തു അവരെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പാപമുണ്ടായപ്പോൾ തന്നെ ഒരു വാഗ്ദത്ത പുത്രനെ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദത്ത പുത്രൻ്റെ ക്രൂശുമരണത്തിലെ ശുശ്രൂഷ, ഒരു മിശിഹായുടെ ആ ക്രൂശുമരണത്തിലെ ശുശ്രൂഷയുടെ നിഴലായിട്ട് നിങ്ങൾ ഈ ശുശ്രൂഷകൾ ചെയ്യുക എന്ന് പറയുമ്പോൾ, അവിടെ ആ ശുശ്രൂഷയിൽ ഒരു പൂർത്തീകരണം ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അത് എല്ലാ കാലഘട്ടത്തിലും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ നിഴൽ മാത്രമാണ് ഇത് എന്നും, ഇത് നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ രീതിയായി തരികയാണ് എന്നും, നിങ്ങൾ ഇതൊക്കെയും ചെയ്യുമ്പോൾ ആ മിശിഹ വന്ന് ക്രൂശിൽ ഏകയാഗമായി തീരുന്നതിനെ സൂചിപ്പിക്കുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ നിഴൽ മാത്രമാണ് എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് അതിൻ്റെ ഒരു അപൂർണതയായിരുന്നു, അല്ലേ? അതായത് അവരുടെ ശുശ്രൂഷകൾ, അവർ കഴിക്കുന്ന ഓരോ യാഗങ്ങളും അപൂർണതയായിരുന്നു. കാരണം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ മാത്രമാണ് അത് പൂർണ്ണതയുള്ളതായി തീരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഉടമ്പടി അപൂർണതയിൽ നിൽക്കുകയായിരുന്നു പഴയ ഉടമ്പടി. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ജനങ്ങൾ ഇതിനോട് പ്രതികരിച്ചതായ ഒരു രീതിയാണ്. ഇതായിരുന്നു ദൈവം ഈ നിയമം കൊടുത്തപ്പോൾ ഉദ്ദേശിച്ചത് എങ്കിലും ജനങ്ങൾ ഇതിനോട് പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു: ഈ യാഗം കഴിക്കുന്നതിലൂടെ അവർ പൂർണ്ണമായിട്ടും ശുദ്ധരാക്കപ്പെടുകയാണ് എന്ന്, അല്ലെങ്കിൽ പൂർണ്ണരായി രക്ഷിക്കപ്പെടുകയാണ്, വിടുവിക്കപ്പെടുകയാണ് എന്നുള്ളതായൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഒരു പാപം ചെയ്താൽ ഒരു യാഗം കഴിച്ചാൽ മതി എന്നുള്ളതായ ഒരു ചിന്താഗതിയിലേക്ക് ഈ ജനങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. അങ്ങനെ ജനങ്ങൾ ഈ ഒരു ചിന്താഗതിയിലേക്ക് വന്നപ്പോൾ ഇത് അനുഷ്ഠിക്കുന്ന രീതികളിൽ, അല്ലെങ്കിൽ ഇതിനോടുള്ളതായ അവരുടെ പ്രതികരണത്തിൽ ഒരുപാട് കപടതകൾ വരുവാൻ തക്കവണ്ണം ഇടയായി എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇത് അപൂർണതയുള്ളതായി തീർന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു.
എന്നാൽ ഇതിൻ്റെ പൂർത്തീകരണം എപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിനെ പൂർണ്ണതയുള്ളതാക്കി മാറ്റുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഈ യാഗങ്ങൾക്കൊക്കെയും അർത്ഥമുണ്ടാകുന്നത് എപ്പോഴാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അങ്ങനെ അപൂർണമായിരുന്ന ഈ ശുശ്രൂഷയെ, അല്ലെങ്കിൽ നിഴലായിരുന്ന ഈ ശുശ്രൂഷയെ ക്രിസ്തു പൂർത്തീകരിച്ചതിലൂടെ, ഇനി ഏകയാഗമായി ക്രിസ്തുവിൻ്റെ യാഗമായി തീർന്നതിലൂടെ മറ്റൊരു ഉടമ്പടി ക്രിസ്തു അതിലൂടെ സ്ഥാപിക്കുകയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അപ്പോൾ ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമുണ്ടായി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇതിൻ്റെ നിഴലായിരുന്നു, ഇത് പൊരുളായതിലൂടെ അത് പൂർത്തീകരിച്ചു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ളതായ ചില വ്യവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ പഴയ ഈ യാഗത്തിന് പൂർണ്ണമായും ആ പുരോഹിത ശുശ്രൂഷകളൊക്കെയും അവസാനിപ്പിക്കപ്പെട്ടുവെങ്കിലും ഒരു പുതുക്കിയ പുരോഹിത ശുശ്രൂഷ ക്രിസ്തു അവിടെ ആരംഭിച്ചു എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാര ശുശ്രൂഷയുടെ മാതൃകയിൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടതായ ഈ ശുശ്രൂഷ ഒരു കാലഘട്ടത്തിലേക്ക്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം വരെ കൊടുത്തിരുന്നപ്പോൾ, ഇനി അങ്ങോട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ശുശ്രൂഷയ്ക്ക് വേറെ ഒരു വ്യവസ്ഥകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതിന് ഇനിയൊരു മൃഗബലി ആവശ്യമില്ല, മറ്റ് മാനുഷികമായിട്ട് പുരോഹിതന്മാരെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഓരോ പാപങ്ങൾക്കും അതിന് തക്കതായ നിയമങ്ങൾ ഇല്ല. പാപപരിഹാര ശുശ്രൂഷ അത് ഭൂമിയിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഇല്ല ഒക്കെ കാണാൻ തക്കോണം സാധിക്കുന്നു. അപ്പോൾ അതിന് ദൈവം അല്ലെങ്കിൽ ക്രിസ്തു സ്ഥാപിച്ച ഈ ശുശ്രൂഷയ്ക്ക് വേറൊരു മാനദണ്ഡമാണ് നൽകുന്നത്, അല്ലെങ്കിൽ വേറൊരു വ്യവസ്ഥയാണ് നൽകുന്നത് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ഒരു ഏക യാഗമായി തീർന്നു. ഇനി ആ യാഗത്തിൻ്റെ ബാക്കി ശുശ്രൂഷകൾ, മഹാപുരോഹിത ശുശ്രൂഷ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുതുക്കൽ ഉണ്ടായിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ നിയമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതായ രീതിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ ക്രിസ്തു സ്ഥാപിക്കുകയാണ് പുതിയ ഒരു ഉടമ്പടി എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അതിലൂടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഒരു നമ്മളെ നീതീകരിക്കപ്പെടുന്നതായ ഒരവസ്ഥ നമുക്കുണ്ടാകുന്നു, നമ്മുടെ രക്ഷ ഉറപ്പുവരുത്തുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഈ ക്രൂശുമരണത്തിലൂടെ, അല്ലെങ്കിൽ ആ ഏക യാഗത്തിലൂടെ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നിയമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് 10 കൽപ്പന ഉൾപ്പെടുന്നതായ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ 10 കൽപ്പന എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മുടെ മുഖത്തുള്ളതായ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കും. പക്ഷേ ആ കണ്ണാടിക്ക് ഒരു കാരണവശാലും നമ്മുടെ മുഖത്തുള്ളതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. 10 കൽപ്പന എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ലംഘനങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ 10 കൽപ്പനയ്ക്ക് ഒരിക്കലും നമ്മളെ ആ പ്രശ്നത്തിന്, നമ്മുടെ ലംഘനത്തിൻ്റെ പരിഹാരമാകുവാൻ തക്കോണം സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ ലംഘനത്തിൻ്റെ പരിഹാരമായി പഴയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിഴലായിട്ട് ഉണ്ടായിരുന്നത് ഈ യാഗ ശുശ്രൂഷകളായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ശബത്ത് ഉൾപ്പെടെയുള്ള 10 കൽപ്പന നമ്മുടെ ലംഘനത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. പക്ഷേ ഈ ലംഘനങ്ങൾക്ക് പരിഹാരം ഈ 10 കൽപ്പനയ്ക്ക് തരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ നിഴലല്ല. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലായിരുന്നു പരിഹാരമുണ്ടായത്. നമ്മുടെ ലംഘനത്തിൻ്റെ, നമ്മൾ അനുഭവിക്കുന്ന മരണശിക്ഷയ്ക്കുള്ളതായ പരിഹാരം ഏകയാഗമായി ക്രിസ്തു പൂർത്തീകരിച്ചത് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലംഘനം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് കൽപ്പനകളൊക്കെയും ചെയ്യുന്നത്. ഇതിൻ്റെ പരിഹാരം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പലവട്ടവും ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നത്. ഈ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിയമങ്ങൾ ഒരിക്കലും നമുക്ക് പരിഹാരം തരുന്നില്ല. നമ്മളുടെ ലംഘനത്തിൻ്റെ
അനുഭവിക്കേണ്ട മരണശിക്ഷയ്ക്കുള്ള പരിഹാരം കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതിൽ മാത്രമാണ് പരിഹാരം എന്നുള്ളത് വ്യക്തമാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ ഉടമ്പടിയും നിയമങ്ങളും ഒക്കെയും പഠിക്കുമ്പോൾ ഇങ്ങനെ വേർതിരിച്ച് പഠിക്കുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് നീങ്ങിപ്പോയി എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ പോകേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകും. കാരണം ഈ യാഗാദി ശുശ്രൂഷകളും ഈ പെരുന്നാളുകളും ഒക്കെയും നിർത്തിയതിൻ്റെ കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണമായിരുന്നു. അതിനുള്ളതായ പ്രധാന കാരണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു അതൊക്കെയും പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ക്രിസ്തുവിൽ ഇതൊക്കെയും നിവൃത്തിയായത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമ്മളുടെ പാപങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആ നിയമങ്ങൾ ക്രിസ്തു പൂർത്തീകരിച്ചിട്ടില്ല. അതിനുശേഷമുള്ളതായ അനുസരണ ജീവിതത്തിൽ അത് ആവശ്യമാണ് എന്ന് ക്രിസ്തു ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമുണ്ടായി എന്നുള്ളതാണ്. കാരണം വ്യവസ്ഥകൾക്ക് മാറ്റം വന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ഉടമ്പടി ഒരേ ഉടമ്പടി തന്നെയാണ്, പക്ഷേ വ്യവസ്ഥകൾക്ക് മാറ്റം വന്നു. അതുകൊണ്ട് മൊത്തത്തിൽ പുതിയതായിട്ടില്ല എന്ന് പറഞ്ഞാൽ പുതുക്കി എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ പുതുക്കപ്പെട്ടതായ ഒരു ഉടമ്പടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് തിങ്കളാഴ്ചത്തെ ഭാഗത്ത് പറയുന്നത് പുതിയതും പുതുക്കപ്പെട്ടതും എന്നുള്ളതായ ഭാഗത്ത് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ളതായ വാക്യം അത് ഇപ്രകാരം വായിക്കുന്നു: ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട്. ഈ വാക്യത്തിന് സമാനമായ ഒരു വാക്യം നമുക്ക് ഇരമ്യ പ്രവചന പുസ്തകത്തിൽ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിനർത്ഥം ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഇരമ്യ പ്രവചന പുസ്തകത്തിൽ നിന്നും എടുത്തതായ വാക്യമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ളതായ വാക്യത്തിൽ പറയുന്നത്. അവിടെയാണ് ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുന്നത്. ഒരു കാലം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിലാക്കും എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇരമ്യ പ്രവചന പുസ്തകത്തിൽ ഉടനീളം ഇസ്രായേൽ തെറ്റുകളെക്കുറിച്ച് അല്ലെങ്കിൽ യഹൂദ ജനത്തെയും ഇസ്രായേൽ ഗ്രഹത്തെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അവരുടെ തെറ്റുകളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതായ തെറ്റ് എന്ന് പറയുന്നത് അവരുടെ കപടതയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യാഗ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ളതായ അവരുടെ കപടതയായിരുന്നു കാണിച്ചിരുന്നത് എന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ദൈവം കൊടുത്തതായ ഈ യാഗാദി കർമ്മങ്ങളോടുള്ളതായ അവരുടെ പ്രതികരണം, അതിനെക്കുറിച്ചൊക്കെയുമാണ് ഇരമ്യ പ്രവാചകൻ അവിടെ വളരെ വ്യക്തമായി പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ കപടത, അതായത് 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സഹജീവികളോട് സ്നേഹം കാണിക്കുകയും വേണം, അതോടൊപ്പം തന്നെ എന്താണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും വേണം എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ വിശ്വാസത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ജനം തയ്യാറായില്ല എങ്കിൽ അവരൊരടിമ ജീവിതം നയിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പായിരുന്നു ഇരമ്യ പ്രവാചകൻ നൽകിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഇവിടെ ഉടമ്പടിയുടെ പ്രശ്നമല്ലായിരുന്നു, ഇവിടെ ജനം ഉടമ്പടിയോടുള്ളതായ ആ പ്രതികരണത്തിൻ്റെ പ്രശ്നമായിരുന്നു. അല്ലെങ്കിൽ ഉടമ്പടിയോട് ജനം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളതിൻ്റെ പ്രശ്നമാണ് ഇവിടെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴാണ് 31-ാം അധ്യായത്തിൽ ഇരമ്യ പ്രവാചകൻ പറയുന്നത് ഈ ജനത്തിന് ഒരു പുതിയ ഉടമ്പടിയുടെ ആവശ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഇപ്രകാരമാണ്: ആ ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ നിയമം തന്നെ ഞാൻ അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്നുള്ളതിനെക്കുറിച്ചാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത് തികച്ചും പുതിയൊരു നിയമമല്ല എന്താണ് ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ കൊടുക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് ക്രൂശ് മരണത്തിന് ശേഷം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത്
പഴയ ആ ഉടമ്പടി തന്നെ അത് അവരുടെ ഹൃദയങ്ങളിൽ എഴുതുന്നതായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോൾ പുതുക്കിയ ഒരു ഉടമ്പടിയെ സംബന്ധിച്ചാണ് അവിടെ സംസാരിക്കുന്നത് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലേവ്യ ഗോത്രത്തിൻ്റെ ക്രമപ്രകാരമല്ല ക്രിസ്തു ഇനി പുരോഹിതനാകാൻ പോകുന്നത്, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ്. അപ്പോൾ ആ ഉടമ്പടിയിലുള്ളതായ ഒരു വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഈ ഒരു നിയമത്തിന് മാറ്റം സംഭവിക്കുകയാണ്, ക്രമം മാറുകയാണ്. അത് മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി ആ നിയമം കല്ലുകളിൽ പഴയ നിയമത്തിലുണ്ടായിരുന്ന നിയമങ്ങളൊക്കെയും കല്ലുകളിൽ അല്ലെങ്കിൽ അവരുടെ പുസ്തക ചുരുളുകളിലൊക്കെയും രേഖപ്പെടുത്തിയിരുന്നു. അത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ജനം അതിനോട് പ്രതികരിച്ചത് വളരെ കപടതയോടുകൂടിയായിരുന്നു. ഇനി അങ്ങനെ ഒരു പ്രതികരണമല്ല ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് കല്ലായിട്ടുള്ളതായ പലകകളിലല്ല ദൈവത്തിൻ്റെ നിയമം എഴുതുവാൻ പോകുന്നത്, ഹൃദയത്തിൻ്റെ മാംസത്തിലാണ് അല്ലെങ്കിൽ മാംസളമായിട്ടുള്ളതായ കല്ലുകളിലാണ് ദൈവം എഴുതുവാൻ തക്കവണ്ണം പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണ്. ഇനി ആരും തൻ്റെ സഹോദരന്മാരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. കാരണം ക്രിസ്തു അതിന് വേണ്ടുന്നതായ ഒരു വഴി ഒരുക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കാലത്ത് സംഭവിക്കുന്നത് എന്താണ്? പുതിയൊരു നിയമമല്ല സംഭവിക്കുന്നത്, പുതുക്കിയൊരു നിയമമാണ് സംഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ പൂർത്തീകരിച്ചതെല്ലാം പൂർത്തീകരിച്ചു, അതെല്ലാം നീക്കിക്കളഞ്ഞിട്ടുള്ളതായ പുതുക്കിയ നിയമത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു നിയമം മൊത്തത്തിൽ മാറ്റി അല്ലെങ്കിൽ പുതുക്കി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ആ നിയമത്തിലുള്ള കുഴപ്പമാണ് എന്ന് തീർച്ചയായിട്ടും ശത്രു അല്ലെങ്കിൽ പിശാച് വരുത്തി തീർക്കും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം ദൈവത്തിൻ്റെ നിയമം അത് പൂർണ്ണമുള്ളതായിരുന്നു. പക്ഷേ ആ നിയമത്തോടുള്ളതായ ജനത്തിൻ്റെ പ്രതികരണം അതാണ് പ്രശ്നമുളവാക്കിയത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് എന്നുള്ള രീതിയായിരുന്നു ഇസ്രായേൽ ഗ്രഹത്തിനും യഹൂദ ഗ്രഹത്തിനും ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ നിയമത്തെ അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ അവർ എടുത്തിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ച് ആ നിയമത്തിന് ഒരു ഉറപ്പ് നൽകിയത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതാണ് നമ്മളിന്ന് വായിച്ചതായ വാക്യങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മേൽ ദൈവം ക്രിസ്തു സ്ഥാപിച്ചതായ ആ പുതിയ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു വിശേഷതയേറിയതായ ഒരു വലിയ ഉടമ്പടിയാണ് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമുക്കറിയാം മോശ മുഖാന്തരമാണ് ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെയും ഈ ഉടമ്പടികളൊക്കെയും ഇസ്രായേൽ ജനത്തിന് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പോൾ മോശയായിരുന്നു ഇതിൻ്റെ മധ്യസ്ഥൻ. മോശ എന്ന് പറയുന്നത് മനുഷ്യനായിരുന്നു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ പുതിയ നിയമ ഉടമ്പടിയുടെ മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആ മധ്യസ്ഥൻ കർത്താവായ യേശുക്രിസ്തു ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഉറപ്പുണ്ട്, നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ അനുഗ്രഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മോശ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൽ നിന്നും ഉടമ്പടി ജനത്തിന് നൽകുവാൻ തക്കവണ്ണം മധ്യസ്ഥനായതുപോലെ ക്രിസ്തു ഈ ഉടമ്പടിക്ക് തന്നെ പൂർത്തീകരണം വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് ഒന്നുകൂടി ദൃഢപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മധ്യസ്ഥനാകുകയാണ് ചെയ്തത് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട പുതുക്കിയ ഉടമ്പടിക്ക് വളരെ വിശേഷമുണ്ട് അല്ലെങ്കിൽ വളരെ മെച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ ഈ മെച്ചപ്പെട്ടതായ പദം ഉപയോഗിക്കുമ്പോൾ പഴയ ഉടമ്പടി മെച്ചപ്പെട്ടതല്ലായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് പൂർണ്ണതയുള്ളതല്ലായിരുന്നത് കൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലാണ് അത് പൂർണ്ണതയുള്ളതായി തീർന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? പൂർണ്ണതയില്ലാത്ത ആ ഉടമ്പടി ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ പൂർത്തീകരിച്ചതിലൂടെ അല്ലെങ്കിൽ അത് പൂർണ്ണമാക്കപ്പെട്ടതിലൂടെ എന്ത് ചെയ്തു? അതൊരു മെച്ചപ്പെട്ട ഉടമ്പടിയായി മാറി എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിലൂടെ അതിനുശേഷമുള്ളതായ ക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെയൊക്കെയും നമുക്ക് ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ ഉയർപ്പിച്ച് പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തിയതിലൂടെയും
നമ്മളെ ഓരോരുത്തരെയും പിതാവായ ദൈവം ഉയർപ്പിക്കുകയും സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് ക്രിസ്തു കാണിച്ചു തന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മോശയെ സംബന്ധിച്ചിടത്തോളം മോശ അന്നത്തെ ആ ഉടമ്പടിയുടെ മധ്യസ്ഥനായിരുന്നു. ഇന്ന് ഈ പുതുക്കിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ മോശയേക്കാൾ ഒരു മെച്ചപ്പെട്ട മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? കർത്താവായ യേശു ക്രിസ്തു തന്നെ യാഗമൃഗമായി എന്ത് ചെയ്തു? നൽകി എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്യുന്ന സമാഗമന കൂടാരം ഭൗമിക സമാഗമന കൂടാരമല്ല, സ്വർഗീയ സമാഗമന കൂടാരമാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പുതിയ അല്ലെങ്കിൽ പുതുക്കിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മോശയേക്കാൾ മെച്ചപ്പെട്ട ഒരു മധ്യസ്ഥനാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മോശയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മോശയിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ടു, അല്ലെങ്കിൽ മോശയിൽ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്തു ദൈവത്തിൻ്റെ തേജസ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. മോശയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് മോശ മുഖാമുഖം സംസാരിച്ചു. പക്ഷേ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനം തന്നെയാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും മോശയേക്കാൾ മെച്ചപ്പെട്ടതായ ഒരു മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഈ എബ്രായർക്ക് ലേഖനത്തിൽ വ്യക്തമാക്കുകയാണ്. മോശ തികച്ചും മാനുഷികമായിരുന്നു. ക്രിസ്തു ഈ മനുഷ്യനായി ഈ ലോകത്തുണ്ടായിരുന്നു എങ്കിലും ക്രിസ്തു പൂർണ്ണനായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ക്രിസ്തു ആ ഉടമ്പടിയുടെ ഒരു പൂർത്തീകരണമായിരുന്നു, അല്ലെങ്കിൽ ആ യാഗത്തിലൂടെ ആ ഉടമ്പടിയെ പൂർത്തീകരിച്ചു എന്ന് കാണാൻ കഴിയുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുന്ന് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതിലൂടെ നമ്മളുടെ ഓരോരുത്തരെയും ഉയർപ്പ് ക്രിസ്തു ഉറപ്പുവരുത്തുകയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഈ ഉടമ്പടിയുടെ പുതുക്കിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ മാത്രമല്ല, ഇതിൻ്റെ ഉത്തരവാദി കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പുതിയ ഉടമ്പടിയിൽ ഒരു മെച്ചപ്പെട്ട വാഗ്ദാനങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്നെയാണ് അവരെ മിസ്രൈമിൽ നിന്നും മോചിപ്പിച്ചു കൊണ്ടുവന്ന് അവരെ ഒരു നാട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ കനാൻ ദേശത്തിലേക്ക് പ്രവേശിപ്പിച്ചത് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇവിടെ ദൈവം നമുക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ഉറപ്പ് തരുന്നതായ ആ മെച്ചപ്പെട്ട വാഗ്ദാനങ്ങൾ ഒരു പുതിയ നാടാണ്, അല്ലെങ്കിൽ ഒരു നിത്യജീവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഉറപ്പ് തരുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളെ ഓരോരുത്തരെയും ദൈവം എന്ത് ചെയ്യും? ഉയർപ്പിക്കും എന്നുള്ളതാണ്. അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനെയും ദൈവം എന്ത് ചെയ്യും? ഉയർപ്പിക്കും. നമുക്കെല്ലാവർക്കും ഒരു നിത്യജീവനാണ് ദൈവം ക്രിസ്തുവിലൂടെ ഉറപ്പുവരുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തു നാമും ദൈവവും തമ്മിലുള്ളതായ പുതുക്കിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി, അല്ലെങ്കിൽ ഉത്തരവാദിയായി നിലനിൽക്കുമ്പോൾ, ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ ക്രിസ്തു കാണിച്ച ജീവിതം, അനുസരണയുടെ ജീവിതം നമുക്കുണ്ടാവണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു കാര്യമാണ്. അനുസരണത്തിൻ്റെ ഒരു ജീവിതം ഉണ്ടാകണം. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ച അതായിരുന്നു. അവരിൽ അനുസരണത്തിൻ്റെ ഒരു ജീവിതം ഇല്ലായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അത് മരുഭൂ പ്രയാണത്തിലുടനീളം അതുണ്ടായിരുന്നു. പിന്നീട് ഇസ്രായേൽ ജനം പലതവണയും ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നതായിട്ടും, അല്ലെങ്കിൽ ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്മാർ മുഖാന്തരവും ഇരമ്യ പ്രവാചകൻ മുഖാന്തരവും ഒക്കെയും പലതവണ മുന്നറിയിപ്പിൻ്റെ ദൂതുകളെ നൽകിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും അവരുടെ ഈ അനുസരണക്കേടിൻ്റെ ജീവിതം കൊണ്ട് അവർ അടിമ ജീവിതം നയിക്കേണ്ടതായ സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ ആ അനുസരണക്കേടിൻ്റെ ജീവിതം ജീവിച്ചതുകൊണ്ട് അതിൻ്റെ ശാപം അനുഭവിക്കേണ്ടതായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്.
അങ്ങനെ അനുസരിക്കുവാനുള്ളതായ ശക്തി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ദൈവം നമുക്ക് ശക്തി നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. പുത്രനിലൂടെ നമുക്ക് ഉറപ്പ് വരുത്തുകയാണ് അനുസരണയുടെ മാതൃകയുള്ളതായ ഒരു ജീവിതം, അനുസരണയുടെ ജീവിതം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഒരു നിത്യത ഉറപ്പുവരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കോണം സാധിക്കുന്നു. അപ്പോൾ നോക്കുക, എത്ര വിശേഷതയേറിയ ഒരു വാഗ്ദത്തമാണ് നമുക്ക് പുത്രനിലൂടെ നൽകുന്നത് എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പം ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ ദൈവം നൽകുകയാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവം എന്ത് ചെയ്യാണ്? ഏവനും നിത്യജീവൻ നൽകുവാൻ തക്കവണ്ണമാണ് ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവെന്ന ശക്തിയെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനുസരണത്തിൻ്റെ ഒരു ജീവിതം നമുക്കുണ്ടാവണം എന്ന് വളരെ വ്യക്തമായി ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം എന്ന് പറയുന്ന പുതിയൊരു നാട്, ആ പുതിയൊരു നാട് എന്ന് പറയുന്നത് നിത്യതയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. വ്യാഴാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രശ്നത്തെ പുതിയ ഉടമ്പടി പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തലവാചകം. വളരെ മനോഹരമായ രീതിയിൽ ഈ ലേഖകൻ ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ യിരെമ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 31-ാം അധ്യായത്തിലെ വാക്യം ഉദ്ധരിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടെ വിവരിക്കുകയാണ്. പ്രത്യേകിച്ച് പഴയ നിയമകൽപ്പനകൾ എഴുതിയിരുന്നത് കല്ലുകളിൽ ആയിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മോശയുടെ നിയമങ്ങളെ സംബന്ധിച്ച് അത് ചുരുളുകളിൽ എഴുതിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് യിരെമ്യാ പ്രവാചകൻ അവിടെ പ്രതിപാദിക്കുമ്പോൾ അവിടെ പറയുന്ന ഇപ്രകാരമല്ല, കല്ലുകളിലോ അല്ലെങ്കിൽ ചുരുളുകളിലോ അല്ല എഴുതുന്നത്, അത് ഹൃദയങ്ങളിലാണ് എന്ന് അവിടെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഹൃദയമെന്നാൽ മനസ്സിനെ പരാമർശിക്കുന്നു. അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന അതൊരു തിരിച്ചറിവിൻ്റെ ഓർമ്മയുടെ ഒരു അവയവമാണ് മനസ്സ് എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ യഹൂദന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരൊരു ശാഠ്യമുള്ളതായ ജനമായിരുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു ശാഠ്യമുള്ളതായ ഒരു ജനമായിരുന്നു ഇസ്രായേൽ ജനം എന്ന് പറയുകയാണ്. അവരുടെ ആ ശാഠ്യത മൂലം അവർക്ക് ദൈവത്തിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും അനുസരിക്കുവാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥത്തിൽ എടുക്കുവാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൽ ഒരു കപടതയായിട്ട് അതിങ്ങനെ ആചാരങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോകുന്നതല്ലാതെ അതിലൊരു വിശ്വാസമോ വിശ്വസ്തതയോ കാണുവാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ കഠിനതയായിരുന്നു, അല്ലെങ്കിൽ ആ ശാഠ്യ അവസ്ഥയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ ഒരു ന്യായപ്രമാണത്തിൻ്റെ ഒരു മാറ്റം അവിടെ യിരെമ്യാവ് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഇസ്രായേൽ ജനത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ന്യായപ്രമാണമല്ലായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രശ്നം? ആ ന്യായപ്രമാണത്തോടുള്ളതായ അവരുടെ പ്രതികരണമായിരുന്നു അവരുടെ പ്രശ്നം. അവിടെ ഉണ്ടായിരുന്നതായ പ്രശ്നം എന്ന് പറയുന്നത് അതായിരുന്നു എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. കഠിനമായ ഹൃദയം, ശാഠ്യമുള്ളതായ ജനം, എത്രയേ പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തതായ ഒരു ജനം ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ ദൈവം സ്നേഹിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സ്നേഹം ഇസ്രായേൽ ജനവും അനുഭവിച്ചവരാണ്. ഈ കരുതൽ ഇസ്രായേൽ ജനവും അനുഭവിച്ചതാണ്. ഇന്നും ഇതേ ശാഠ്യത്തോടു കൂടി സംസാരിക്കുന്നതായ പലരെയും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും നിയമങ്ങളെ നീക്കിക്കളഞ്ഞു എന്ന തരത്തിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നിഴലായിരുന്നതിൻ്റെ പൂർത്തീകരണം മാത്രമാണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം എല്ലാം ക്രിസ്തു ക്രൂശിൽ തറച്ച് അത് പൂർത്തീകരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാം പൂർണ്ണമായി നീക്കപ്പെട്ടു എന്നുള്ളതായ തരത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. യാഗാദി കർമ്മങ്ങളും
സമാഗമന കൂടാര ശുശ്രൂഷ, അതായത് ഭൗതിക സമാഗമന കൂടാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ളതായ ശുശ്രൂഷകൾ, പെരുന്നാളുകൾ ഒക്കെയുമാണ് അവസാനിച്ചത് എന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലാ നിയമങ്ങളും നീങ്ങിപ്പോയി എന്ന തരത്തിലേക്ക് കൊണ്ടുവന്ന് കൽപ്പന, 10 കൽപ്പന ഉൾപ്പെടെ നീങ്ങിപ്പോയി എന്ന തരത്തിൽ ചിന്തിക്കുകയാണ്. അതും 10 കൽപ്പനയിൽ ഉള്ളതായ 4-ാം കൽപ്പന മാത്രം നീങ്ങിപ്പോയി എന്ന് ചിന്തിക്കുന്നതായ തരത്തിലേക്കും ജനം ശാഠ്യം കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. എന്നാൽ അതങ്ങനെയല്ല എന്നും അത് പൂർത്തീകരിച്ച ഒരു നിയമത്തിലൂടെ ക്രിസ്തു സ്ഥാപിക്കുന്ന പുതുക്കിയ മറ്റൊരു നിയമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നവരോട് പോലും അടുക്കരുത് എന്ന് പറയുന്ന വിധത്തിലുള്ള ശാഠ്യവും കഠിന മനസ്സും ഉള്ളവരായിട്ട് പലരെയും നമുക്ക് ഇന്നത്തെ കാലത്ത് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അന്ന് ഇസ്രായേൽ ജനം ഈ ഒരു തരത്തിൽ ജീവിച്ചതായിരുന്നു അവരുടെ ഒരു പ്രശ്നമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ഇന്ന് അതേ തരത്തിലേക്ക് വഴിതിരിക്കപ്പെടുന്നതായ ഒരു കൂട്ടം ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നവരെയും നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. പിശാചിനാൽ വഞ്ചിക്കപ്പെടുന്നവർ എന്ന് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നമുക്ക് പ്രകടമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ നിയമം ഞാൻ എന്നാണ് ഇനി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, അല്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ എഴുതും, തിരിച്ചറിവിൻ്റെ ഓർമ്മയുടെ അവയവമായ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ മനസ്സുകളിൽ എഴുതും എന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹവും കരുതലും പ്രകടമായി നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ക്രിസ്തുവിനെ അയച്ചതിലൂടെ പിതാവിൻ്റെ സ്നേഹവും നമുക്ക് പ്രകടമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ക്രിസ്തുവിന് ശേഷം മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയച്ചതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കവിടെ പ്രകടമായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. എന്നാൽ ഈ സ്നേഹത്തോടൊക്കെയും ഉള്ളതായ നമ്മളുടെ പ്രതികരണം എന്ന് പറയുന്നത് നമ്മളുടെ അനുസരണമാണ്. ക്രിസ്തുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, പിതാവായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ അതൊക്കെയും എന്താണ്? ആ സ്നേഹപ്രകടനമാണ് എന്ന് കാണാൻ തക്കോണം സാധിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോടും ക്രിസ്തുവിനോടും പിതാവായ ദൈവത്തോടുമുള്ളതായ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ അനുസരണത്തിലൂടെയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ക്രിസ്തു കാണിച്ചു തന്നതായ മാതൃകയായ അനുസരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതായ ഈ വാക്യം ഈ 8-ാം അധ്യായം, എബ്രായർ 8-ാം അധ്യായത്തിൽ 10 മുതലുള്ളതായ വാക്യങ്ങളിൽ എടുത്തു പറഞ്ഞുകൊണ്ട് ആ എബ്രായ ജനത്തോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ശാഠ്യമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവാൻ തക്കവണ്ണം പാടില്ല. ക്രിസ്തുവിനെ അനുസരിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, ക്രിസ്തുവിനെ പിൻപറ്റണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു കൊള്ളാം എന്നുള്ള തരത്തിലേക്കുള്ള ശാഠ്യത ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളതല്ല എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. നമ്മൾ നിത്യതയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇതൊന്നും നമുക്ക് എന്ന ശാഠ്യമുള്ള മനസ്സ് നമുക്ക് അനിവാര്യമല്ല, അതാവശ്യമുള്ളതല്ല. ക്രിസ്തുവിൻ്റെ മനോഭാവം നമുക്കുണ്ടാവണം, വിട്ടുകൊടുക്കാനുള്ള മനോഭാവം ഉണ്ടാവണം, എന്താണ് താഴ്മയുടെ മനോഭാവം ഉണ്ടാവണം, ത്യാഗത്തിൻ്റെ മനോഭാവം ഉണ്ടാകണം. ഈ മനോഭാവമൊക്കെയും നമുക്കുണ്ടാവണം. പിതാവായ ദൈവത്തിനുള്ള നമ്മളോട് സ്നേഹം ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തി. ക്രിസ്തു സ്വയം യാഗമായി തീർന്നുകൊണ്ട് നമ്മളോടുള്ള സ്നേഹം വെളിപ്പെടുത്തി. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നും മകനെ മകളെ നീ ചെയ്യുന്നത് പാപമാണ്, നീ കൽപ്പന ലംഘനമാണ് ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കുന്നു. ഈ സ്നേഹത്തോടുള്ളതായ നമ്മളുടെ പ്രതികരണം അനുസരണത്തിലൂടെ മാത്രമേ നമുക്ക് പൂർത്തീകരിക്കാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പുതുക്കിയ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് കർത്താവായ യേശു ക്രിസ്തു.
അല്ലെങ്കിൽ പുതുക്കിയ ഒരു ഉടമ്പടിയുടെ ഉത്തരവാദിയാണ് കർത്താവായ യേശു ക്രിസ്തു. പഴയ ഉടമ്പടിയേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉടമ്പടിയാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അനുസരണത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങളെയും വലിയവനായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സർവീസിൻ്റെ അവസാനമായി പാട്ടുപുസ്തകത്തിലെ 880 പാട്ട് പാടാം. 880. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, എന്നുള്ള സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു നാഥ. അനുഗ്രഹപ്രദമായ ഒരു ശാബത്ത് സ്കൂൾ ശുശ്രൂഷ അടിയങ്ങൾക്ക് നൽകിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് ശാബത്ത് സ്കൂൾ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഇന്ന് നൽകിയ പാഠത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ എന്ന പാഠം അടിയങ്ങൾ ചിന്തിച്ചപ്പോൾ കർത്താവേ, പുതിയ ഒരു ഉടമ്പടിയല്ല, പുതുക്കിയ ഒരു ഉടമ്പടിയാണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കോടൊന്നും സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ പൂർത്തീകരിച്ച ആ ശുശ്രൂഷയിൽ നിഴലായിരുന്നതായ യാഗാദി കർമ്മങ്ങൾ, സമാഗമന കൂടാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്നതായ പെരുന്നാളുകൾ, ഇതൊക്കെയും മാറ്റപ്പെട്ടു. പ്രത്യേകിച്ച് പുരോഹിത ശുശ്രൂഷ ലേവ്യ ഗോത്രത്തിന് അവകാശപ്പെട്ടിരുന്നത് അത് പൂർത്തീകരിച്ച് മെൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം കർത്താവായ യേശു ക്രിസ്തു മഹാപുരോഹിതനായി എന്ന് മനസ്സിലാക്കാൻ തക്കോണം സാധിക്കുന്നു. അതിലൂടെ പഴയ ഉടമ്പടിയുടെ ചില വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ആ നിയമത്തെ കല്ലായിട്ടുള്ളതായ ഹൃദയങ്ങളിലല്ല, മാംസളമായ ഹൃദയങ്ങളിൽ എഴുതുവാൻ, അല്ലെങ്കിൽ ശാഠ്യം കാണിക്കുന്ന ഹൃദയങ്ങളിലല്ല
മാംസളമായിട്ടുള്ള ഹൃദയങ്ങളിൽ എഴുതുവാൻ തക്കവണ്ണം യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു പിതാവേ. അങ്ങനെ ആ പുതുക്കിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി മെച്ചപ്പെട്ട, മോശയേക്കാൾ മെച്ചപ്പെട്ട മധ്യസ്ഥനായി അടിയങ്ങൾക്ക് വേണ്ടി ഇന്ന് നിലകൊള്ളുന്നതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ ഉടമ്പടിയുടെ ഉത്തരവാദിയായതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. പ്രത്യേകിച്ച് പിതാവേ, ആ ഉടമ്പടിയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയും അവിടെ നിന്നും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഉടമ്പടിയുടെ മെച്ചപ്പെട്ട വാഗ്ദത്തങ്ങളായ അടിയങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പുതിയ യെരൂശലേം, ആ നിത്യജീവിതം അത് കൈവശമാക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തൻ്റെ പുത്രനെ അയക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശു ക്രിസ്തു എന്ന തൻ്റെ പുത്രനെ അയക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം കാണിച്ച സ്നേഹം ഈ ഭൂമിയിൽ വന്ന് അടിയങ്ങളോട് ഓരോരുത്തരുടെയും ലംഘനങ്ങൾക്കുള്ളതായ മരണശിക്ഷ ഏറ്റുവാങ്ങി ഞങ്ങളോട് ഓരോരുത്തരുമുള്ള സ്നേഹം പ്രകടിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു ഇന്നും ഞങ്ങളിൽ അങ്ങേ നല്ല വഴികളിൽ ജീവിക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, ഈ സ്നേഹത്തിനൊക്കെയും പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ തിരിച്ച് സ്നേഹം തരുന്നത് അടിയങ്ങൾ ഓരോരുത്തരുടെയും അനുസരണത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ അനുസരണത്തിൻ്റെ ജീവിതം നയിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം, മെച്ചപ്പെട്ട വാഗ്ദത്തമായ നിത്യജീവൻ നൽകും എന്ന് അടിയങ്ങൾ വിശ്വസിക്കുന്നു പിതാവേ. അങ്ങനെ അടിയങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷ അങ്ങയുടെ ക്രൂശ് മരണത്തിലാണെന്ന് ഉറപ്പുവരുത്തിയതിൽ നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. ആ ക്രൂശ് മരണത്തിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം, ആ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം, ഒരു അനുസരണത്തിൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ തക്കവണ്ണം, അതിലൂടെ നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം അടിയങ്ങൾ ഓരോരുത്തരെയോടൊന്നും ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്ന് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിലൊക്കെയും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപ്രദമായൊരു ദൂത് കർത്താവെ പ്രിയദാസനിലൂടെ അവിടുന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബദിൻ്റെ വിശുദ്ധ നിമിഷങ്ങളെ വിശുദ്ധിയോടെ കാക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ചോദിച്ചാൽ അധികം നിറയ്ക്കണം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു പിതാവേ. ആമേൻ.